വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ ചേനയും ചേമ്പും മഞ്ഞളും എല്ലാ കൃഷികളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നിങ്ങൾ റെഡിയല്ലേ എൻ്റെ വീഡിയോ കാണാൻ? ഓക്കെ, എന്നാൽ നമുക്ക് പോകാം. എല്ലാ കൃഷികളും എൻ്റെ മമ്മ ഉണ്ടാക്കിയതാണ്. ഇതാണ് സപ്പോട്ട. സപ്പോട്ട നല്ല വലിപ്പം വെക്കലുണ്ട്, നല്ല മധുരവും ഉണ്ടാവലുണ്ട്. ഇതിനെക്കാട്ടും നല്ല വലിപ്പമൊക്കെ വെക്കും സപ്പോട്ട. ഇതാണ് ഊക്കപ്പൊടി. ഇതുമ്പോൾ നിറയെ ഉണ്ടാവലുണ്ട്. ഇപ്പോൾ ഇല്ല, ഇപ്പോൾ ചെറുതായിട്ട് പൂവിടുന്നുണ്ട്. ഇതുമ്പോൾ ഞങ്ങൾ ജ്യൂസ് അടിക്കലുണ്ട്, അച്ചാർ ഇടലുണ്ട്. അയൽവാസികളെല്ലാവരും ഇതുമെന്ന് കൊണ്ടുപോകലുണ്ട്. ഇതാണ് മാതോണി നാരങ്ങ. ഇത് വലിയ മരമായിരുന്നു. ഇതുമ്മ നല്ലോണം കാറ്റും ചെയ്തിരുന്നു. പിന്നെ ഇത് കിണറ്റിക്ക് തൂങ്ങിയപ്പോ ഇതിന്റെ വിപ്പപ്പ അത് വെട്ടി. പിന്നെ രണ്ടാമതായത് വളർന്നതാണ്. ഇപ്പോ ഇതൊക്കെ അരിനെല്ലിക്ക. ഇതുമ്പോ കൊറേ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ഇനി മഴ പെയ്താൽ കൊറേ ഉണ്ടാകും. ഇത് ചെറിയ തരം ഒരു മാങ്ങയാണ്. ഇത് നല്ല മധുരമുള്ള ഒരു മാങ്ങയാണ്. നല്ല ഇഞ്ചൊക്കെ ചീഞ്ഞു പോവാണ്. ഇതൊരു മുരിങ്ങമരം കൊടുത്തുണ്ടാക്കിയതെന്നു അത് കായ്ച്ചിട്ടില്ല, അത് കായ്ക്കുന്നില്ല. അത് ഇതാണ്, അപ്പൊ ഇത് ചീഞ്ഞു പോവുകയാണ്. ഇത് പിലാത്തിക്കുക, ഇത് പിലാത്തിക്കുകയാണ്. ഇത് കറിലീസാണ്. ഇത് കരിവേപ്പിൻ്റെ കറിക്ക് നല്ല രസമുള്ള ഇലയാണ്, നല്ല ഉസാറുള്ള ഇലയാണ് കരിവേപ്പിൻ്റെ ഇല. നമ്മൾ അങ്ങാടിയിൽ നിന്ന് കൊണ്ടുള്ള ഇല നല്ലത്. അതിന്റെ അടിയിലൊക്കെ ഇഞ്ചിയും മറ്റതൊക്കെ ഉണ്ട്. അല്ല, ഇഞ്ചി അല്ല, മഞ്ഞൾ പക്ഷെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, എല്ലാതും ചീഞ്ഞു പോവാണ്. ഇതാണ് മുളക്. വഴുതരങ്ങ വലിയ കായൊന്നും ഉണ്ടായിട്ട് അങ്ങാടിയിൽ നിന്ന് കൊടുത്ത വിത്ത് കൊടുന്നുണ്ടാക്കിയതായിരുന്നു. അതും വലിയൊരിതൊന്നുമില്ല. ഓരോന്നൊക്കെ കായ്ച്ചിട്ട് കുറഞ്ഞ കായ്ച്ചുള്ളൂ. ഇതൊക്കെ ചേമ്പാണ്, ഇതാണ് ചെറിയമ്പ്. ചെറിയ ചേമ്പ്. ഇതാണ് ചെറിയ ചേമ്പ്. ഇതാണ് ചെറിയമ്പ്. ചെറിയമ്പ്. ഇതാണ് ചെറിയ ചേമ്പ്. അടക്കാപ്പഴം. ഇതൊക്കെ അടക്കാപ്പഴം. അടക്കാപ്പഴമൊക്കെ വെട്ടിപ്പോയി. അതൊക്കെ മര താഞ്ഞിട്ട് വെട്ടിപ്പൊക്കെ വെട്ടിലാവും. അപ്പൊ കൊടുക്കാനാണ്. ഇതാണ് ചേന. ഞങ്ങളുടെ വീട്ടിൽ കുറേ ഉണ്ട്. ഇതൊക്കെ ചേനകളാണ്. ഇതൊക്കെയാണ് മഞ്ഞള്. ചേന കുറേ ഉണ്ട്. ചേന വീടിന്റെ മുൻവശത്തും ഉണ്ട്. ഇതിപ്പോൾ പുറകെ വശത്താണ്. ഇതാണ് ചേന. ഇതൊക്കെ മഞ്ഞളാണ്. മഞ്ഞളും കുറേ ഉണ്ട്. ചേനയും മഞ്ഞളും കുറേ ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ.
പുല്ല് പറിച്ചാലേ മഞ്ഞൾ നല്ലോണം ഉണ്ടാവുകയുള്ളൂ. ഉമ്മമാക്ക് ഇതിന്റെ പുല്ല് പറിച്ചാണ് പണി. പുല്ല് പറിച്ചില്ലെങ്കിൽ ഇതുണ്ടാവില്ല. പുല്ല് പറിച്ചാലേ നല്ലോണം ഉണ്ടാവുകയുള്ളൂ. ഈ കാണുന്നതൊക്കെ ഞങ്ങളെ മഞ്ഞൾ കൃഷിയാണ്. ഇവിടുത്തെ പുല്ലാളൊക്കെ ഉമ്മമ്മ പറിച്ചു. ഇനി ഉമ്മമ്മ അവിടെ പുല്ല് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പൈനാപ്പിളും മഞ്ഞളൊക്കെ ഉണ്ട്. ഇതാണ് പേരക്കത്തയ്യ്. ഇത് വലുതാവുന്നുണ്ട്. ഇതാണ് ചേമ്പ്. ഇതാണ് ഞങ്ങൾ മഞ്ഞൾ ഞങ്ങൾ കൊല്ലം ഞങ്ങൾ കാലത്ത് വാങ്ങലില്ല. ഇങ്ങനെ ഉണ്ടാക്കും. ഇക്കുറി എന്തെന്നാവും നല്ല നന്നായിട്ടില്ല. അവിടെയൊക്കെ മൂച്ചയുടെ ചോട്ടൊക്കെ കഴിഞ്ഞത് നന്നാവുള്ളൂ. ഇവിടെ ഒന്നും അങ്ങനെ നന്നാവൂല. ഇത് പിന്നിക്കാണ്ട് ഞങ്ങൾ ഇതിഞ്ഞ് കുറച്ചാൽ ഇനി വിത്ത് പൊട്ടൽ കന്നിമാസത്തിലാണ്. അത് കഴിഞ്ഞ് കുറച്ച് കുംഭം മീനത്തിലൊക്കെ പൊറച്ചു. മീന ഇടവത്തിലൊക്കെ അല്ല ഇടവത്തിലല്ലേ കുംഭത്തിലല്ലേ പഠിച്ച കുംഭത്തിലല്ലേ. അതിൽ പിന്നെ പീങ്ങും. ഇത് പീങ്ങിയിട്ട് പിന്നെ ഉണക്കിയിട്ട് പിന്നെ പൊട്ടുന്നതൊക്കെ ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങലില്ല. കുറച്ചൊക്കെ വിൽക്കാനും ഉണ്ടാകും, കുറച്ചൊക്കെ പൈസക്ക് ഇതൊക്കെ വന്ന് കൊണ്ടുപോകും. പിന്നെ കുറച്ചാൽ നല്ല മഞ്ഞൾ ഉണ്ടാക്കുക. നല്ല ഇനിയും നല്ലതാണല്ലോ മഞ്ഞൾ രസത്തിനും ഒക്കെ നല്ലതാണ്. ഇവിടൊക്കെ മുളകും വഴുതനങ്ങയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതല്ലാതെ ഉണങ്ങി. ഇത് ബിരിയാണിക്ക് ഇടുന്ന ഒരു ഓലയാണ്. ബിരിയാണിക്കൊക്കെ ഇട്ടാൽ നല്ല രസം ഉണ്ടാവും. ഇമ്മച്ച് ബിരിയാണിക്കൊക്കെ ഇട്ടാൽ നല്ല രസം. നെയ്ച്ചോറിൽ ഈ ഓലട്ട് ഉണ്ടാക്കിയാൽ നല്ല രസം ഉണ്ടാവും. എൻ്റെ ഉമ്മച്ചി എപ്പോഴും ഈ ഓലട്ട് കണ്ടാണ് ഉണ്ടാക്കല്. നല്ല രസം ഉണ്ടാവലുണ്ട്. ഞങ്ങളെ വീട്ടിലെ പുളിമരം നിങ്ങൾക്ക് കാണണ്ടേ? അതാണ് ഞങ്ങളുടെ വീട്ടിലെ പുളിമരം. ഇതിന് കുറെ പുളി ഉണ്ടാവലുണ്ട്. ഞങ്ങള് ചാറ്റക്കൊക്കെ ഈ പുളിയ ഇടല്. അതേപോലെ ഞങ്ങളുടെ വീട്ടിൽ പപ്പായ മരം കുറെ ഉണ്ട്. ഇതാണ് പപ്പായ. പപ്പായ ഉണ്ടായാൽ നല്ല രുചിയാണ്. കുറി കുമ്പളങ്ങ കുളിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. മത്തനുണ്ട്. മത്തന് ഒന്ന് കുളിച്ചിട്ട് അവിടെ കുറച്ച് വലിയുള്ളൂ. മത്തൻ കാച്ചിലക്കുറി മത്തൻ ഒന്നും ഉണ്ടായില്ല. 20-30 എല്ലാവർക്കും കൊടുത്തയക്കണം.